നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് തനിയെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ആൻസർ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബുക്ക് എടുത്ത് തനിയെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ. സോ എന്നിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര കിട്ടി, നിങ്ങൾക്ക് എത്ര എണ്ണത്തിൽ എത്ര കിട്ടി എന്നുള്ള കാര്യം താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഡിസ്കഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് നോക്കാം. CH3, CH2, CH3, CH2, CH3. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എണ്ണാം 1 2 3 4 1 2 3 4 5. അപ്പോൾ ഏതാ ലോങ്ങസ്റ്റ് ചെയിൻ? ഇതല്ലേടാ ലോങ്ങസ്റ്റ് ചെയിൻ. സോ ഇതാണ് എൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ലോങ്ങസ്റ്റ് ചെയിൻ മാർക്ക് ചെയ്യാണ്. സോ ഇതാണ് എൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ എങ്ങനെ വിളിക്കുക? അവിടുന്ന് ഇവിടുന്ന് നമ്പർ ചെയ്യുക. 1 2 മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് ഇരിക്കുന്നത് അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യുക. 1 2 മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെയാലും ഇങ്ങോട്ട് തന്നെയാലും 3ആണ് നമ്പർ. ഇനി ഏതാണ് നമ്മുടെ ബ്രാഞ്ച്? ബ്രാഞ്ച് ഏതാ? ഒറ്റ കാർബൺ മാത്രമല്ലേ ഉള്ളൂ, അത് മീഥൈൽ ബ്രാഞ്ചാണ്. എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? നമ്മൾ പേര് കൊടുക്കുന്നത് ആദ്യം പൊസിഷൻ നമ്പർ എഴുതും, ബ്രാഞ്ചിൻ്റെ പേര് എഴുതും, എന്നിട്ട് നമ്മുടെ വേർഡ് റൂട്ട് എഴുതും അല്ലേ? ഇങ്ങനെയല്ലേ പേര് കൊടുക്കുക. അപ്പോൾ ആദ്യം പൊസിഷൻ നമ്പർ എത്ര? 3 ആണ്. 3 ഏതാ ബ്രാഞ്ചിൻ്റെ പേര്? മീഥൈൽ. 3 മീഥൈൽ. എന്താണ് നമ്മുടെ മെയിൻ ചെയിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ. പെൻഡെയ്ൻ. ഓക്കെ. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വഴി കാണാൻ പറ്റും, ഇങ്ങനെ വഴി കാണാൻ പറ്റും, ഇങ്ങനെയും വഴി കാണാൻ പറ്റും. എല്ലാ വഴികളിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കുക. എന്നിട്ട് ഏറ്റവും വലിയ ചാർജ് കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ എല്ലാം എണ്ണി നോക്കുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം എണ്ണി നോക്കുക. എന്നാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ആകത്തുള്ളൂ. എനിക്ക് ഡയറക്റ്റ് കാണുന്നപ്പോഴേ മനസ്സിലായി ഇതാണ് എൻ്റെ മെയിൻ ചെയിൻ, ഇതാണ് എൻ്റെ മെയിൻ ചെയിൻ. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ ചെയിൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ബ്രാഞ്ചുകൾ കാണാൻ പറ്റും. ഒരു ബ്രാഞ്ച് ഇതും, ഒരു ബ്രാഞ്ച് ഇതും. ഒന്നാമത്തെ ബ്രാഞ്ച്, ഇത് രണ്ടാമത്തെ ബ്രാഞ്ച് അല്ലേ? 2 ബ്രാഞ്ചിൽ 2 കാർബൺ വീതമുണ്ട്. സോ ദിസ് ഈസ് ഈഥൈൽ ബ്രാഞ്ച്. എന്ത് ബ്രാഞ്ചാണ്? ഈഥൈൽ ബ്രാഞ്ച്. 2 കാർബൺ വരുന്ന ബ്രാഞ്ച് ആണെങ്കിൽ ഈഥൈൽ ബ്രാഞ്ച്. അങ്ങനെ ഈഥൈൽ ബ്രാഞ്ച് 2 എണ്ണം ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാം. അങ്ങോട്ട് നമ്പർ ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങോട്ട് നമ്പർ ചെയ്ത് നോക്കാം. 1 ഒന്നുമില്ല, 2 ഒന്നുമില്ല, 3 എണ്ണിയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടാണ് നമ്പർ ചെയ്യുന്നത്. അങ്ങോട്ട് നമ്പർ ചെയ്തപ്പോൾ 3 എത്തിയപ്പോഴത്തേക്കും എനിക്കൊരു ഈഥൈൽ ബ്രാഞ്ച് കിട്ടി. 4 എത്തിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഒരു ഈഥൈൽ ബ്രാഞ്ച് കിട്ടി അല്ലേ? തിരിച്ചെണ്ണി നോക്കുക. 1 ഒന്നുമില്ല, 2 ഒന്നുമില്ല, 3 എത്തിയപ്പോൾ എനിക്കൊരു ഈഥൈൽ ബ്രാഞ്ച്. ഞാൻ തിരിച്ചെണ്ണുവാണ്. 3 എത്തിയപ്പോൾ എനിക്കൊരു ഈഥൈൽ ബ്രാഞ്ച് കിട്ടി. 4 എത്തിയപ്പോഴും എനിക്ക് എന്ത് കിട്ടി? ഈഥൈൽ ബ്രാഞ്ച് കിട്ടി. അപ്പോൾ അങ്ങോട്ട് എണ്ണാലും ഇങ്ങോട്ട് എണ്ണാലും ഒരേപോലെ തന്നെയാണ്. എല്ലാ കേസും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഈ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണിയപ്പോൾ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3 4 നമ്മുടെ പൊസിഷൻ നമ്പറായിട്ട് എടുക്കാം. സോ അതിൻ്റെ പേര് എങ്ങനെ കൊടുക്കും? 3,4. ഇനി ഇവിടെ എത്ര ഈഥൈലുണ്ട്? എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താ? ഇതാണ്. ഇവിടെ എത്ര ഈഥൈലുണ്ട്? 2 ഈഥൈലുണ്ട്. 2 ഈഥൈൽ ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കണം? ഡൈ ഈഥൈൽ എന്ന് വിളിക്കണം. 3,4 ഡ്രൈ ഈഥൈൽ. ഇനി മെയിൻ ചെയിൻ 1 2 3 4 5 6 6 കാർബൺ. 3,4 ഡൈ ഈഥൈൽ ഹെക്സെയിൻ എന്ന് പേര് വരും. ഡൈ ഈഥൈൽ ഹെക്സെയിൻ എന്നാണ് പേര്. ഓക്കെ, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പോസ് ചെയ്യുക, തന്നെ ചെയ്ത് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ചെയിനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണി നോക്കുക. എന്നിട്ട് ഏറ്റവും വലിയ ചെയിൻ ഇതാണ് കണ്ടുപിടിക്കുക. 1 2 3 4 ഇതാണ് ഏറ്റവും വലിയ ചെയിൻ ഐ തിങ്ക്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ബ്രാഞ്ചുകൾ കാണാൻ പറ്റും. 1 2 3. ഈ 3 ബ്രാഞ്ചുകളും മീഥൈൽ ഓരോ കാർബൺ വെച്ചല്ലേ ഉള്ളൂ. 3 ബ്രാഞ്ചുകളും മീഥൈൽ ബ്രാഞ്ചുകളാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. എങ്ങനെ നമ്പർ കൊടുക്കുന്നത്? ഞാൻ 1 നോക്കി, 1 ഒന്നുമില്ല. ഞാൻ ഇങ്ങോട്ടാണ് എണ്ണുന്നത്. 1 ഒന്നുമില്ല. 2 നോക്കിയപ്പോൾ എനിക്ക് മുകളിലോട്ട് നോക്കിയപ്പോൾ എനിക്കൊരു മീഥൈൽ ബ്രാഞ്ച് കിട്ടി അല്ലേ? 2 തന്നെ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് പിന്നെ ഒരു മീഥൈൽ ബ്രാഞ്ച് കിട്ടി. അത് നോട്ട് ചെയ്യണം. 2 തന്നെ 2 മീഥൈൽ ബ്രാഞ്ച്. സോ 2 ഒരു മീഥൈൽ, 2 വേറൊരു മീഥൈൽ. ഇനി മൂന്നാമത്തെ കാർബണിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ എന്ത് കിട്ടി? ഒരു മീഥൈൽ കിട്ടി. ഇനി വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. തിരിച്ചെണ്ണി നോക്കുമ്പോഴത്തേക്കും 1 ഒന്നുമില്ല. 2 നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മീഥൈൽ ബ്രാഞ്ച് കിട്ടി. സോ 2 ഒരു മീഥൈൽ. 3 നോക്കിയപ്പോൾ 3 ഒരു മീഥൈൽ, 3 വേറൊരു മീഥൈൽ അല്ലേ? സോ 3 ഒരു മീഥൈൽ, 3 വേറൊരു മീഥൈൽ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കടാ. 2 2 3 ആണോ?
2, 3, 3 ആണോ ചെറുത്? 2, 2, 3 ആണോ? 2, 3, 3 ആണോ ചെറുത്? യെസ്, 2, 2, 3 ചെറുത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നമ്പർ 2, 2, 3. ഇനി ഇവിടെ എത്ര മീഥൈലുണ്ട്? 3 മീഥൈലുണ്ട്. സോ പേര് എങ്ങനെ വരും? ഡൈമീഥൈൽ എന്നാണ് അതോ മെർമീഥൈൽ എന്നാണോ? അല്ല, ട്രൈമീഥൈൽ. സോ 3 വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ട്രൈമീഥൈൽ എന്ന് വിളിക്കും. സോ 2, 2, 3 ട്രൈമീഥൈൽ. എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? 1, 2, 3, 4. ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ. 2, 2, 3 ട്രൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് പേര് വരിക. ഓക്കെ, ഇനി നമുക്ക് പേര് തന്നിട്ടുണ്ട്. ഈ പേരിൽ നിന്ന് സ്ട്രക്ചർ വരയ്ക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കാം. ആദ്യം നിങ്ങൾ സ്ട്രക്ചർ വരയ്ക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മെയിൻ ചെയിൻ ആരാന്ന് നോക്കണം. ആരാ ഇവിടുത്തെ മെയിൻ ചെയിൻ? പെൻറ്റെയിൻ ആണ്. ഇവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് പെൻറ്റെയിൻ ആണ്. സോ പെൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 കാർബൺ ആണ്. 5 കാർബൺ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെൻറ്റെയിൻ എന്ന് വിളിക്കുക. 5 കാർബൺ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പെൻറ്റെയിൻ എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ കാർബണിലും എന്തുണ്ട്? മീഥൈൽ ഉണ്ട്. സോ രണ്ടാമത്തെ കാർബണിലും മീഥൈൽ ഉണ്ട്. ഓരോ കാർബൺ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഉണ്ട്, രണ്ടാമത്തെ കാർബണിൽ വേറൊരു മീഥൈൽ ഉണ്ട്. മനസ്സിലായോ? മീഥൈൽ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ, മീഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 കാർബൺ ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഹൈഡ്രജനെ ഫിൽ ചെയ്ത് കൊടുക്കുക. CH3 ഇവിടെ നോക്കി 1, 2, 3, 4 ബോണ്ട് പോയി. ഇവിടെ എച്ചിന്റെ ആവശ്യമില്ല. 2 ബോണ്ട് പോയി, ബാക്കി CH2 ഓരോ ബോണ്ട് പോയി കഴിഞ്ഞാൽ CH3. ഇതാണ് 2, 2 ഡൈമീഥൈൽ പെൻറ്റെയിൻ. ഇനി ഹെക്സാൻ 2-ol. ഓള് കാണുമ്പോഴേ മനസ്സിലാക്കുക ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? ആൽക്കഹോളിന്റെ കാര്യമാണ് പറയുക, അഥവാ OHന്റെ കാര്യമാണ് പറയുക. ഇനി എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് നോക്കുക. ഹെക്സാൻ എന്നാ പറയുന്നത് അല്ലെ. ഹെക്സാൻ എന്ന് പറഞ്ഞാൽ 6 കാർബൺ എന്ന അർത്ഥം. നിങ്ങൾ ആദ്യം തന്നെ ഒരു 6 കാർബൺ അങ്ങ് വരയ്ക്കും. 1, 2, 3, 4, 5, 6. എന്നിട്ട് പറയുന്നത് എന്താ? ഹെക്സാനില് 2-നകത്ത് ഓൾ ഇരിപ്പുണ്ട്. 2-നകത്ത് 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ, അതിനകത്ത് ആരിപ്പുണ്ട്? ഓൾ എന്ന് വെച്ചാൽ എന്താ? OH. സോ രണ്ടാമത്തെ കാർബൺ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു OH അങ്ങ് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. CH3 CH. ഇവിടെ 3 ബോണ്ട്, ബാക്കി ഒരു ബോണ്ടേ ഉള്ളൂ. CH2 ഓക്കെ. അടുത്ത ഈ കോമ്പൗണ്ടിന്റെ പേര് എഴുതണം. എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മെയിൻ ചെയിൻ ഏതാന്ന് നോക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊപ്പാൻ എന്ന് എഴുതുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1, രണ്ടാമത്തെ കാർബൺ ആരിപ്പുണ്ട്? OH ഇരിപ്പുണ്ട്. തിരിച്ചെണ്ണുമ്പോഴും രണ്ടാമത്തെ കാർബൺ ആരിപ്പുണ്ട്? OH ഇരിപ്പുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എത്ര? 2. പ്രൊപ്പാൻ 2. ഇനി ആരാ ഇവിടെ ഇരിക്കുന്ന ആളാണ് ഓൾ. പ്രൊപ്പാൻ 2-ol. അടുത്ത 2, 3 ഡൈക്ലോറോബ്യൂട്ടൈൻ. 2, 3 നമ്മൾ ബ്രാഞ്ച് പേര് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ബ്രാഞ്ചിന്റെ സെയിം രീതിയിലാണ് ഇതിന്റെയും പേരിടുക. 2, 3 ഡൈക്ലോറോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ക്ലോറിൻ ഇരിപ്പുണ്ട് ബ്യൂട്ടൈൻ ചെയിനകത്ത്. ബ്യൂട്ടൈൻ ആദ്യം നിങ്ങൾ അങ്ങ് വരയ്ക്കുക. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. എന്ന് പറഞ്ഞാൽ 4 കാർബൺ. 1, 2, 3, 4. എന്നിട്ട് എന്താ ഇവിടെ പറയുന്നത്? രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബൺ. ഇതാണ് രണ്ടാമത്തെ കാർബൺ, ഇതാണ് മൂന്നാമത്തെ കാർബൺ. രണ്ടാമത്തെ കാർബണിലും ക്ലോറിൻ ഇരിപ്പുണ്ട്, മൂന്നാമത്തെ കാർബണിലും ക്ലോറിൻ ഇരിപ്പുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? CH3 ഇവിടെ CH3. ഓക്കെ. അടുത്ത ഇതിന്റെ പേര് എഴുതാൻ. മെത്ത്, എത്ത്, പ്രൊപ്പ്. ഈ COOHനകത്തുള്ള സിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. സോ മെത്ത്, എത്ത്, പ്രൊപ്പ്. സോ ഇതിന്റെ പേരെന്താ വരിക? പ്രൊപ്പനോയിക് ആസിഡ്. ഇതിന്റെ പേര് പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് വരിക. ഓക്കെ. അടുത്ത എഥനോയിക് ആസിഡ് സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്തെന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 2 കാർബൺ. 1, 2. ഇനി ആ രണ്ടാമത്തെ കാർബണിൽ COOH അങ്ങ് വരച്ചു കൊടുക്കുക. COOH. ഇനി എന്ത് ചെയ്യുക? മറ്റേ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. CH3 COOH. ഇതാണ് എഥനോയിക് ആസിഡ്. ഇനി നിങ്ങൾ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള സാധനമാണ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒറ്റ കാർബൺ. നിങ്ങൾ പലപ്പോഴും മെത്തനോയിക് ആസിഡ് വരയ്ക്കാൻ ചോദിക്കുമ്പോൾ പല ആൾക്കാർ ഇത് വരച്ച് വയ്ക്കാറുണ്ട്. ഇത് മെത്തനോയിക് ആസിഡ് അല്ല, എത്തനോയിക് ആസിഡ്. മെത്ത്, എത്ത് 2 കാർബൺ വരുന്നുണ്ട്. ഇവിടെ COOH വരികയും ചെയ്യണം, അത് ഒരു കാർബണേ ഉണ്ടാവാനും പാടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? COOH അങ്ങ് എഴുതുക. ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഇനി ഇതിനെ തയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു H ഗുണം കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കുക. HCOOHനെയാണ് നമ്മൾ മെത്തനോയിക് ആസിഡ് എന്ന് വിളിക്കുക. സോ ഇത് തെറ്റിക്കരുത്.